ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ആര്യനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പോവാണ്. അപ്പോൾ ആര്യൻ ചോദിക്കുന്നുണ്ട്, എന്താ മാഡം, ഞാൻ ചെയ്ത തെറ്റെന്താണ്? ഓ, അതറിഞ്ഞാലേ താനിനി ഞങ്ങളുടെ കൂടെ വരുള്ളൂ. അതെ മാഡം, ഒരു കാരണമില്ലാതെ എന്നെ എന്തിനാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നത്? ഓ, നിനക്കൊരു ഏടത്തി ഉണ്ടായിരുന്നില്ലേ, ഒരു ശ്രീദേവി. അവളെ നിങ്ങളുടെ വീട്ടിലിട്ട് നിന്റെ ഏട്ടനും അമ്മയും അച്ഛനും ചേർന്ന് ഗാർഹിക പീഡനത്തിന് ഇരയാക്കിയപ്പം നീയൊക്കെ കൂടി അത് നോക്കി നിന്ന് അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നില്ലേടാ. എന്നിട്ട് ഒരു തെറ്റും ചെയ്തില്ലെന്ന് നീ പറയുന്നോ? എന്തൊക്കെയാ മേഡം ഈ വിളിച്ചു പറയുന്നത്? ഏടത്തിയോട് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഏടത്തിയുടെ വീട്ടുകാരാ കള്ളം പറഞ്ഞ് ഞങ്ങളോട് ചതി ചെയ്തത് പോലും. ഓ, ഇപ്പം എന്തൊക്കെ ന്യായങ്ങൾ നിനക്ക് പറയാനുണ്ട്? ഒരു പാവം പെൺകുട്ടിയെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചത് ക്രൂരമായി നോക്കി നിന്ന നീയൊക്കെ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും വില പോകില്ലടാ. മര്യാദയ്ക്ക് വന്ന് വണ്ടിയിൽ കയറിക്കോ എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ആരെയും കൊണ്ടുപോകുകയാണ്. ഇതേ സമയം പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന തന്റെ കുടുംബത്തെ കാണുന്ന ആനന്ദ് ആകെ തകർന്നു പോവാ. ആനന്ദ് സിഐയുടെ റൂമിലേക്ക് കയറി വരിക. എന്ത് വേണം? തനിക്ക് എന്താ സംസാരിക്കാനുള്ളത്? മേഡം, എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. എൻ്റെ അച്ഛനെയും അമ്മയും കൂടപ്പിറപ്പുകളെയും അവരെ ഒന്നും ഇവിടെ പിടിച്ച് നിർത്തരുത് എന്ന് ആനന്ദ് പറയാ. ഓ, അപ്പം നീ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നീ സമ്മതിച്ചിട്ടുണ്ട്? ഇല്ല മേഡം, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ നീ ഇപ്പൊ പറഞ്ഞതോ നിന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂന്നോ? അതിന് അങ്ങനെ ഒരു അർത്ഥമുണ്ടോ മേഡം? ഇവിടെ കള്ളപ്പരാതി തന്ന് ഞങ്ങൾ എല്ലാവരെയും മാനസികമായി ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുക. അതിൻ്റെ പേരിൽ എൻ്റെ അനീതിമാർക്കും അമ്മയും എത്രമാത്രം വേദനിക്കേണ്ടി വരുമെന്ന് മേഡത്തിന് മനസ്സിലാകില്ല. ഞങ്ങൾ ഒരു തെറ്റും അവരോട് ചെയ്തിട്ടില്ല. തെറ്റും മുഴുവനും ചെയ്തതും ഞങ്ങളോട് ചതി ചെയ്തതും ഒക്കെ അവരാ. പക്ഷെ ഇപ്പൊ കുറ്റം മുഴുവൻ ഞങ്ങളുടെ പേരിലായി എന്ന് പറയാം. ഞാൻ പറയുന്നതൊന്നും മേഡം മനസ്സിലാക്കും മേഡം എന്ന് വീണ്ടും പറയാം. അന്ന് അവളെ കൂട്ടം കൂടി ഉപദ്രവിച്ചപ്പം ഓർത്തില്ലല്ലേ ഒരിക്കലും ഇതിന് മറുപടി പറയേണ്ടി വരുമെന്ന്? ഞങ്ങൾ അവളെ ഉപദ്രവിച്ചിട്ടില്ല എന്ന് എത്ര തവണ പറയണം മേഡം? ദയവായിട്ട് ഞങ്ങൾ പറയുന്നതൊന്ന് വിശ്വസിക്കുക. എടോ, തന്നെ പോലെ ഒരുപാട് പേരെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. വീടിനകത്ത് ഭാര്യ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യും. എന്നിട്ട് പരാതി കൊടുക്കുമ്പോൾ ആദ്യം പറയും അവള് കള്ളം പറയാണെന്ന്, പിന്നെ പറയും എൻ്റെ അച്ഛനും അമ്മയും പാവങ്ങളാണെന്ന്. ഇതൊക്കെ ഞാൻ ഒത്തിരി കേട്ടിട്ടുള്ളതാ. അവസാനം കേസ് കൈവിട്ടു പോകുമെന്ന് തോന്നുമ്പം കാല് പിടിക്കും. ഇതൊക്കെ സാധാരണമാ. ഗാർഹിക പീഡന കേസ് വരുന്നവരുടെ സ്ഥിരം നമ്പറാ ഇത്. ഞാനിത് ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് തന്നെയാ താനിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. മേഡം, എന്തടിസ്ഥാനത്തിലാ എന്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളുടെ മുന്നിലുള്ള പരാതിയാ അതിനുള്ള അടിസ്ഥാനം എന്ന് പറയാം. ഒരു പരാതി കിട്ടിയാൽ മാത്രം മതിയോ മേഡം? അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നൊക്കെ അന്വേഷിക്കണ്ടേ എന്ന് ചോദിക്കാം. ആരോടും ഒന്നും ചോദിക്കാതെ ഞങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ഈ സ്റ്റേഷനിലേക്ക് വലിച്ചോണ്ട് വന്നു. തന്നെ നിയമം പഠിപ്പിക്കാൻ വന്നതാണോ? മേഡം, നിയമം പഠിപ്പിക്കൊന്നും അല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് മേഡം ഒന്ന് കേൾക്കണമെന്നാ പറയുന്നത്. കേൾക്കും, അതിനുള്ള സമയത്ത് കേൾക്കും. അതുവരെ എൻ്റെ അച്ഛനും അമ്മയും എന്ത് തെറ്റാ ചെയ്തെന്നറിയാതെ ഇവിടെ ഇരിക്കണോ? ദേവി എന്ത് തെറ്റ് ചെയ്തെന്നറിയാതെ തൻ്റെ വീട്ടിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാകും. ആ പെൺകുട്ടിക്ക് ഞാൻ നീതി മേടിച്ചു കൊടുക്കും. തൻ്റെ വീട്ടുകാരുടെ വിഷമം മാത്രമേ താൻ കാണുന്നുള്ളൂ. ഇതിനേക്കാൾ ബുദ്ധിമുട്ട് തൻ്റെ ഭാര്യ തൻ്റെ വീട്ടിൽ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയാം. അല്ലെങ്കിലേ ഇങ്ങനൊരു പരാതി ആ കുട്ടി തരില്ലല്ലോ എന്ന് ചോദിക്കാം. ആ കുട്ടിയെക്കുറിച്ചൊരു വാക്കുപോലും താൻ ചോദിച്ചില്ലല്ലോ എന്ന് പറയാം. മേഡം, അവൾ പറയുന്നതൊന്നും സത്യമല്ല. അത് താൻ തീരുമാനിച്ചാൽ മതിയോ? എനിക്കറിയാം മേഡം, അവൾ എൻ്റെ ഭാര്യ. അവളുടെ കുടുംബക്കാരുടെ സ്വഭാവം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അത് തന്നെയാണോ പ്രശ്നം? ഭാര്യ ആയതുകൊണ്ട് അവൾക്ക് സംഭവിച്ചത് എന്താണെന്ന് താൻ പറയുന്നതാണ് സത്യം, അവൾ പറയുന്നത് കള്ളം അല്ലേ എന്ന് CI ചോദിക്കുക. പല പുരുഷന്മാരുടെയും ധാരണ അതാ. കല്യാണം കഴിഞ്ഞ ഭാര്യയുടെ ജീവിതം മുഴുവനും ഞങ്ങളുടെ കയ്യിലാണെന്നുള്ള മിഥ്യാധാരണയാ. എൻ്റെ പൊന്നു മേഡം, എന്നെ ആ കൂട്ടത്തിൽ ചേർക്കരുത്. ചേർക്കണോ വേണ്ടോ എന്നൊക്കെ അന്വേഷണത്തിൽ തെളിയും എന്ന് പറയാം. ശരി, ഞാൻ പറയുന്നതൊന്നും മേഡം വിശ്വസിക്കേണ്ട. എൻ്റെ പേരിൽ എന്ത് കുറ്റം വേണമെങ്കിലും മേഡം ചുമത്തിക്കോ, എനിക്കൊരു കുഴപ്പമില്ല. എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എല്ലാം ഏറ്റെടുക്കാം എന്ന് ആനന്ദ് പറയാം. പക്ഷേ എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയും ഇതിലേക്ക് വലിച്ചഴക്കരുത്. അനുശ്രീയും മിത്രയും അവരൊക്കെ എന്ത് തെറ്റാ ചെയ്തത്? അവരെയൊക്കെ വിട്ടയക്കണം മേഡം. അവരെ ഇതിലേക്ക് വെറുതെ വലിച്ചഴക്കരുത് പ്ലീസ് മേഡം എന്നും പറഞ്ഞ് കരയാ. താൻ തൻ്റെ കുടുംബത്തിന് വേണ്ടി വലിയ ത്യാഗമൊന്നും ചെയ്യണ്ട എന്നും പറഞ്ഞ് CI ചാടി എഴുന്നേൽക്കുക. തെറ്റ് ചെയ്തത് ആരായാലും അവർ ശിക്ഷ അനുഭവിക്കും എന്ന് വീണ്ടും പറയാം. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലേ അത് അന്വേഷണത്തിൽ തെളിയുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് നീതി കിട്ടും. തൻ്റെ സൗകര്യത്തിന് ഒരാളെല്ലാം ഏറ്റെടുത്തു എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ
വിട്ട് അയക്കാൻ ഇത് കുടുംബയോഗമൊന്നും അല്ല, ഇത് പോലീസ് സ്റ്റേഷനാ. ഇവിടെ ഒരു നിയമമുണ്ട്, അത് നടപ്പാക്കാൻ ഞാനും ഉണ്ട്. മേഡം മതി, ഇനി നീ മിണ്ടിപ്പോകരുത്. തൻ്റെ 2 സഹോദരന്മാരും കൂടി ഉണ്ടല്ലോ, ആരിനും ആകാശും, അവരും കൂടി വരട്ടെ, പരാതിക്കാരും വരട്ടെ. എല്ലാവരുടെ മുന്നിലിരുത്തി ചോദിക്കും ആരാണ് കള്ളം പറയുന്നതും ആരാണ് സത്യം പറയുന്നതെന്നും എല്ലാം. അതുവരെ ഇവിടെ ഒച്ച ഉണ്ടാക്കാതെ പുറത്ത് മര്യാദയ്ക്ക് നിന്നോണം എന്ന് ആനന്ദിനോട് പറയാ. കേട്ടില്ലേ, പുറത്തു പോകാൻ. തനിക്കെന്താടോ ചെവി കേൾക്കില്ലേ എന്ന് പറയാം. മേഡം, ഒരു തെറ്റും ചെയ്യാതെയാ എൻ്റെ കുടുംബം ഇന്ന് ഈ വേദന അനുഭവിക്കുന്നത്. അത് വെറുതെ കണ്ടു നിൽക്കേണ്ടി വരുന്ന എൻ്റെ നിസ്സഹായ അവസ്ഥ എന്താണെന്ന് മേഡം ഒന്ന് മനസ്സിലാക്കണം എന്ന് ആനന്ദ് വീണ്ടും പറയാം. പക്ഷെ സിഐക്ക് അതൊന്നും ഒരു രീതിയിലും വകവയ്ക്കുന്നില്ല കേട്ടോ. ഒരു സ്ത്രീ അനുഭവിച്ച വേദന മാത്രമേ അവരുടെ കൺമുന്നിലുള്ളൂ. ദേവി കൊടുത്തിരിക്കുന്ന പരാതി മുഴുവനും സത്യമാണ് എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഇതേ സമയം ആകാശിനെ അറസ്റ്റ് ചെയ്യാനായിട്ടും പോലീസ് ആകാശിൻ്റെ പിന്നാലെ തന്നെ ഉണ്ട് കേട്ടോ. ആകാശാണ് ഒരാളുടെ ഫോണൊക്കെ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് പോലീസിൻ്റെ പിടിയിൽ നിൽക്കുന്ന ആര്യനെ കാണുന്നത്. ആര്യ, എന്താ കാര്യം, നിന്നെ എന്തിനാടാ പോലീസ് പിടിച്ചേ എന്ന് ചോദിക്കുക. അത് അകത്തിരുന്ന് തന്നെ അനിയൻ പറഞ്ഞു തരും എന്നും പറഞ്ഞ് കോൺസ്റ്റബിൾ അടുത്തേക്ക് ചെല്ലാം. ജീപ്പിൽ കയറ്, എന്താ മേഡം കാര്യം? ആര്യൻ പറയും, ഏട്ടൻ കയറ്, ദേവിയെടുത്ത് നമുക്കെതിരെ കള്ളക്കേസ് കൊടുത്തു എന്ന് ആര്യൻ ആകാശിനോട് പറയും. പിടിച്ച് കേട്ടിട ഇവനെയൊക്കെ എന്ന് കോൺസ്റ്റബിൾസിനോട് പറയാണ്. മേഡം, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയാ. കേറടോ, മര്യാദയ്ക്ക് കേറടോ എന്ന് പറയാ. അങ്ങനെ ദേവമംഗലത്തുള്ള എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. ഇതേ സമയം ശ്രീകലയും ഉദയഭാനുവും കൂടി സമാധാനത്തിൽ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട് തുടങ്ങുക. ബാ എന്ന് പറയാ. പെട്ടെന്ന് ദേവി അങ്ങോട്ട് വരിക. അമ്മേ, നിങ്ങളിത് എങ്ങോട്ടായി പോകുന്നത് എന്ന് ചോദിക്കുക. അത് പിന്നെ മോളെ എന്ന് പറയാം. ഞങ്ങളെ ഒരാളെ കാണാനായിട്ട് പോവാം മോളെ, പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരും എന്ന് പറയണം. സത്യം പറഞ്ഞോ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ദേവി വീണ്ടും ചോദിക്കുക. ഇന്നലെ അച്ഛനും അമ്മയും കൂടെ ആരെയോ കാണാനുണ്ടെന്നും പറഞ്ഞ് പോയിരുന്നല്ലോ, ഇന്ന് എങ്ങോട്ടാ? ഇന്ന് വേറെ ആരെങ്കിലും ആണോ കാണാൻ പോകുന്നേ? ഇന്നും 2 പേരും കൂടി ഇറങ്ങുന്നുണ്ട്. സത്യം എട്ടും എങ്ങോട്ടാണ് നിങ്ങൾ ഈ പോകുന്നതെന്ന് മര്യാദയ്ക്ക് പറഞ്ഞോ എന്ന് ദേവി പറയാം. മോളെ, ഞങ്ങൾ പോകുന്നത് നിന്റെ കാര്യത്തിന് വേണ്ടി തന്നെയാ എന്ന് ഉദയഭാനു പറയാണ്. നിന്നെ എത്രയും പെട്ടെന്ന് ദേവമംഗലത്ത് തിരിച്ചെത്തിക്കണം, അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. നിങ്ങളുടെ 2 പേരുടെ രീതിയൊക്കെ കാണുമ്പോഴുണ്ടല്ലോ എനിക്ക് നല്ല പേടി തോന്നുന്നുണ്ട്. എൻ്റെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കി കളയുമെന്നുള്ള ഭയം. എന്താ മോളെ ഇത്? നീ എന്തിനാ ഇങ്ങനെ ഭയപ്പെടുന്നത്? നിങ്ങൾ അടുത്ത കുഴപ്പമുണ്ടാക്കാനുള്ള പരിപാടിയാണോ എന്നാ എൻ്റെ സംശയം. അത്രേ ഉള്ളൂ എന്ന് ദേവി പറയാണ്. ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞേക്കാം. ദേവമംഗലത്തുകാർക്കെതിരെ ഒരു നീക്കോ നിങ്ങൾ നടത്താൻ പാടില്ല. കേസിനോ വഴക്കിനോ ഒന്നും പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ദേവി തീർത്ത് പറയണം. അപ്പം ഉദയഭാനു ശ്രീകലയെ നോക്കുക. മോളെ, നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം. നിന്റെ ഭാവി നന്നാകണം എന്നുള്ള ആഗ്രഹം മാത്രമേ അച്ഛനും അമ്മയ്ക്കും ഉള്ളൂ. വേറെ ഒന്നുമില്ല ഞങ്ങൾക്ക്. നീ ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കുക. നിനക്കെന്നും ഇവിടെ നിന്നാൽ മതിയോ എന്ന് ശ്രീകല വീണ്ടും ചോദിക്കുക. അപ്പം ദേവി അതിന് മറുപടി ഒന്നും പറയുന്നില്ല. വീണ്ടും ശ്രീകല ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. നിന്റെ അച്ഛനും അമ്മയും നിനക്ക് നല്ലത് വരുന്നതല്ലേ ചെയ്യുള്ളൂ. ശരി, ഇനി നിന്നോടൊരു സത്യം ഞാൻ പറയാം. എന്ത് സത്യമാണ് പറയാൻ പോകുന്നത് എന്ന് ദേവി ചോദിക്കാം. ഞങ്ങളൊരു വക്കീലിനെ കാണാൻ പോവാ എന്ന് പറയാം. വക്കീലിനെയോ? എന്തിന് എന്ന് അപ്പം ദേവി ചോദിക്കാം. എന്ത് കാര്യം വക്കീലിനെ കാണാനുള്ളത് എന്ന് ചോദിക്കാം. അപ്പം ഉദയഭാനു ശ്രീകല തന്നെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. നിങ്ങൾ കേസ് കൊടുക്കാൻ പോവാ? ഞാനിതിനൊന്നും ഒരിക്കലും സമ്മതിച്ച് തരില്ല കേട്ടോ എന്ന് പറയാം. മോളെ, എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, നിങ്ങൾ എന്തോ ഒരു പ്ലാനിങ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നതെന്ന്. ദേവി, ഞാൻ പറയുന്നത് നീ ഒന്ന് മനസ്സിലാക്ക്, ഒന്ന് സമാധാനത്തോടെ കേക്ക്. കേസ് കൊടുക്കാൻ വേണ്ടി ഒന്നും അല്ല വക്കീലിനെ കാണാൻ വേണ്ടി പോകുന്നേ. പിന്നെ എന്തിനാണെന്നാ ഞാൻ ചോദിച്ചത് എന്ന് പറയാ. ഉദയേട്ടാ, ഇവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക് നിങ്ങൾ എന്ന് പറയണേ. ഉദയഭാനു ദേവിയുടെ അടുത്തേക്ക് ചെല്ലുക. മോളെ, നീ ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക്. നീ ഇവിടെ ഇരിക്കും മോളെ, സമാധാനത്തോടെ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ് ദേവിയെ പിടിച്ച് അവിടെ അടുത്തുള്ള ഒരു കസേരയിൽ ഇരുത്തുക. ഉദയഭാനു ശ്രീകരെ അവളുടെ അടുത്ത് വന്നിരിക്കുകയാണ്. അച്ഛൻ പറയുന്നത് മോള് സ്വസ്ഥതയോടെ ഒന്ന് കേൾക്കണം എന്ന് പറയാം. അച്ഛൻ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കേൾക്ക്. ദേവമംഗലത്തുകാർക്കെതിരെ നമ്മൾ കേസ് കൊടുക്കുന്നില്ല. മോള് തെറ്റ് നമ്മുടെ ഭാഗത്താണെന്ന് നമുക്കറിയാലോ. പക്ഷേ നമ്മൾ എങ്ങനെ അവർക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റും എന്ന് ഉദയഭാനു ചോദിക്കുക. അങ്ങനെ ഒരു അബദ്ധം അച്ഛനും അമ്മയും ചെയ്യുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് വീണ്ടും ചോദിക്കുക. നീ ഞങ്ങളെ വിശ്വസിക്കും മോളെ എന്ന് പറയാം. പിന്നെ എന്തിനാ നിങ്ങളിപ്പോൾ വക്കീലെ കാണുന്നേ എന്ന് ചോദിക്കുക. എന്തിനാ കാണുന്നതെന്നാ ഞാൻ ചോദിച്ചേ.
നിന്നെ ദേവമംഗലത്തേക്ക് തിരിച്ചെത്തിക്കാൻ നിയമപരമായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് അറിയാനാ, അല്ലാതെ മറ്റൊന്നും നീ സംശയിക്കേണ്ട. ആനന്ദ് നിന്റെ കഴുത്തിൽ താലി കെട്ടിയതല്ലേ, നീ അവൻ്റെ ഭാര്യയല്ലേ, നിയമപരമായി തന്നെ നീ ഭാര്യ ഭർത്താക്കന്മാരല്ലേ എന്ന് ചോദിക്കാം. നമ്മുടെ ഭാഗത്ത് തെറ്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് ഞങ്ങൾ സമ്മതിക്കുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ നിന്നെ ഉപേക്ഷിക്കാനോ വേണ്ടെന്ന് വെക്കാനോ ആനന്ദിന് കഴിയില്ല. അതിന് നിയമത്തിൻ്റെ എന്തെങ്കിലും സഹായം നേടാൻ പറ്റുമെങ്കിൽ അത് ചെയ്യണം. നിന്നെ എങ്ങനെയും ആ വീട്ടിലേക്ക് തിരികെ എത്തിക്കണം. അതിന് നിയമപരമായി എന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അല്ലാതെ നീ തെറ്റിദ്ധരിച്ചതുപോലെ കേസിനോ വഴക്കിനോ ഒന്നും അല്ല മോളെ. നീ ഞങ്ങളെ ഒന്ന് വിശ്വസിക്കുക എന്ന് രണ്ടുപേരോട് പറയാ. നിന്റെ അച്ഛനും അമ്മയും നിനക്ക് ദോഷം വരുന്ന എന്തെങ്കിലും ഞങ്ങൾ ചെയ്യുവോ? ഒരിക്കലും ഇല്ലല്ലോ. നീ ഇപ്പം ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കും മോളെ എന്ന് വീണ്ടും പറയാ. അപ്പോൾ ദേവി കല്ല് പോലെ അവിടെ തന്നെ ഇരിക്കുക. അച്ഛാ, ദേവമംഗലത്തുകാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത്. ഇല്ല മോളെ, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അച്ഛനും അമ്മയല്ലേ ഈ പറയുന്നത്. നീ ഒന്നും ആലോചിച്ച് വിഷമിക്കേണ്ട കേട്ടോ, ഞങ്ങൾ പെട്ടെന്ന് വരാം എന്ന് പറഞ്ഞ് ഉദയഭാനു ശ്രീകലയും കൂടി ദേവിയെ ഒരു വിധത്തിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ദേവി സത്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. മോളെ വാതിലടച്ചിരുന്നോണം കേട്ടോ, ഞങ്ങൾ വന്ന് വിളിക്കുമ്പോഴേ നീ തുറക്കാവുള്ളൂ എന്ന് പറയണേ. ഇതേ സമയം ദേവിക്ക് ആകെ സങ്കടം തോന്നുക. അച്ഛനും അമ്മയും പറഞ്ഞതൊക്കെ സത്യം തന്നെയാണോ എന്നൊക്കെയുള്ള ചിന്ത ദേവിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇതേ സമയം ആകാശിനെയും ആര്യനെയും എല്ലാവരെയായിട്ട് പോലീസ് ചെല്ലുക. അപ്പോഴാണ് അവിടെ തൻ്റെ കുടുംബം മുഴുവൻ നിൽക്കുന്നത് അവർ രണ്ടുപേരും കാണുന്നത്. അപ്പം മിത്രയും അനുവും ഒക്കെ അവിടെ നിൽക്കുന്ന കാണുന്ന അവർ പരസ്പരം ഭയന്നു പോവാണേ. പെട്ടെന്ന് ആര്യൻ മിത്രയുടെ അടുത്തേക്ക് ചെല്ലുക. മിത്ര, എന്താ ഇതൊക്കെ എന്ന് ചോദിക്കാം. അപ്പം മിത്രയാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുക. പെട്ടെന്ന് ആകാശ് അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് ചെല്ലാം. അച്ഛൻ അമ്മ എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കാം. ഇവരെയും കൊണ്ടുവന്നോ എന്ന് ആനന്ദ് ദേഷ്യത്തോടു കൂടി ചോദിക്കാം. ഇവരെ എന്തിനാ ഇതിലേക്ക് വലിച്ച് അഴയ്ക്കപ്പെട്ടത്, ഇവർക്കെതിരെ എന്ത് പരാതി ഉള്ളത് എന്ന് ചോദിക്കാം. അപ്പം അവർ പറയാണ്, ഒരു തെറ്റും ചെയ്യാത്ത ഓരോരുത്തരെയായിട്ട് ഇവിടേക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കുക. മേഡം, നിങ്ങളിത് എന്താ ചെയ്യുന്നത്, ഇങ്ങനെയാണോ അന്വേഷിക്കേണ്ടത് എന്ന് ആനന്ദ് ദേഷ്യപ്പെടുക. എടോ, തൻ്റെ വീട്ടുകാരുടെ പേരെല്ലാം പരാതിയിലുണ്ടെന്ന് എത്ര വട്ടം തന്നോടൊക്കെ പറയണം, തനിക്കെന്താ പറഞ്ഞാൽ മനസ്സിലാകില്ലേ? നിങ്ങളെ ആരൊക്കെ ദേവിയോട് എന്തൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് അന്വേഷിക്കാനാ എല്ലാത്തിനെയും ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. അവൾ ആ പരാതിയിൽ എഴുതിയിരിക്കുന്നത് ഒന്നും സത്യമല്ല മേഡം, അത് മനസ്സിലാക്കാതെയാ നിങ്ങൾ ഈ ചെയ്ത് കൂട്ടുന്നതൊക്കെ. ശബ്ദം താഴ്ത്ത്, ഇത് പോലീസ് സ്റ്റേഷനാ എന്ന് പറയാം. എൻ്റെ അനിയന്മാർ അവളോട് ഒരു വാക്കുകൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല, പിന്നെന്തിനാ നിങ്ങൾ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ആകാശം ചെല്ലാം. എന്ത് പരാതിയായിട്ടാ, ആർക്കെതിരെയാ പരാതി കൊടുത്തേ എന്ന് ചോദിക്കാം. ആര്യനെ ചോദിക്കും, ഏടത്തി നമുക്കെതിരെ പരാതി കൊടുത്തുന്നോ? ആ ഉദയഭാനു, അയാളുടെ പരിപാടി ഇതൊക്കെ മതി, എല്ലാവരും ഒന്നും മിണ്ടാതെ നിൽക്കുക എന്ന് ബാലൻ അപ്പം പറയാം. അവർ നമ്മളോട് ചെയ്തത് കണ്ടില്ലേ എന്നും പറഞ്ഞ് ആനന്ദ് രോക്ഷാകുലനാവുക. കണ്ടു, നീ ഇങ്ങനെ ചൂടായ കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയുള്ള ആനന്ദേ എന്ന് ബാലൻ അടുത്ത് വന്ന് പറയാം. ആര്യ, ആകാശേ, കാര്യങ്ങൾ കൂടുതൽ വഷളാക്കരുത്. നിങ്ങളിവിടെ മിണ്ടാതെ നിന്നോണം. കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവരെല്ലാവരും കൂടി ചേർന്ന് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കണം. പ്രതികരിക്കേണ്ടതൊക്കെ അതിൻ്റെ ശേഷം മാത്രം മതി. മനസ്സിലായോ ഞങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കാം. അപ്പം ആര്യനാണെങ്കിൽ മിത്രയുടെ അടുത്തേക്ക് ചെല്ലാം. മിത്ര, നിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഏടത്തെ അപമാനിച്ചവരുടെ കൂട്ടത്തിൽ നീയും ഉണ്ടോ എന്ന് ചോദിക്കാം. എൻ്റെ പേരും ഏടത്തി കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ടാവും എന്നെയും കൊണ്ടുവന്നത്. സ്വന്തം ചേച്ചിയെ പോലെ ഞാൻ കണ്ട ആളാ. അവരെന്നോട് ഇത്രയും വലിയ ചതി ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. ആനന്ദേട്ടൻ പറഞ്ഞത് ശരിയാ, മനുഷ്യരെ വിശ്വസിക്കരുത്. സാരമില്ല, പോട്ടെ എന്ന് അപ്പം മിത്രയോട് ആര്യം പറയാണ് കേട്ടോ. അപ്പോൾ ഗോമതിക്കും നല്ല സങ്കടമുണ്ട്. അവരിങ്ങോട്ട് വരട്ടെ. പല്ലേട്ടാ, എനിക്ക് ചോദിക്കാനുണ്ട് എന്ന് ഗോമതി ഇല്ലാത്ത കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അവരുടെ മോളെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ കള്ളം കാരണം നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നടന്നത് എന്ന് ഗോമതി ചോദിക്കുക. അവൾ ഒരുത്തി കാരണം എൻ്റെ അനിയൻ പോലും കുടുംബത്തിൽ നിന്ന് പുറത്തായി എന്ന് പറയാം. നമ്മുടെ വീടിൻ്റെ മുഴുവൻ സമാധാനം പോയി എന്ന് പറഞ്ഞാൽ ഗോമതി അവിടെ നിന്ന് കരയാണ് കേട്ടോ. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ മക്കളെല്ലാം നോക്കി നിൽക്കുക. എന്നിട്ടും ഞാൻ ദേവിയെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് തള്ളിക്കളയണമെന്ന് ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല ബാലേട്ടാ. അവളെ കുറച്ച് കഴിയുമ്പോൾ തിരികെ കൊണ്ടുവരണമെന്ന് തന്നെ കരുതിയ. അവൾ ചെയ്ത തെറ്റിൻ്റെ ഗൗരവം അവളൊന്ന് മനസ്സിലാക്കട്ടെ, 1-2 ആഴ്ച സ്വന്തം വീട്ടിൽ പോയി നിൽക്കട്ടെ എന്നേ കരുതിയുള്ളൂ. അത് കഴിഞ്ഞ് അവൾ തിരിച്ചു കൊണ്ടുവരാം എന്ന് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഇത്രയും വലിയ ചതി അവൾ ചെയ്യുമെന്ന് ഞാൻ കരുതിയില്ല. നമ്മുടെ മോൻ്റെ ജീവിതം തകർത്തവരോട് പോലും നമ്മൾ ക്ഷമിക്കാൻ തയ്യാറായതല്ലേ ബാലേട്ട എന്നും പറഞ്ഞ് ഗോമതി വല്ലാത്ത ബഹളം വെക്കുക. അപ്പം ബാലനടുത്തേക്ക് ചെല്ലാം. എന്നിട്ട് ഇപ്പം നമ്മളെ കുറ്റക്കാരാക്കി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല.
ശരിക്കും കേസ് കൊടുക്കേണ്ടത് നമ്മളായിരുന്നില്ലേ ബാലേട്ട എന്ന് വീണ്ടും ചോദിക്കുക. അത് കേൾക്കുന്ന ബാലൻ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ നിൽക്കുക. അവളുടെ മനസ്സിൽ നമ്മളോട് ഇത്രയും പകയുണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതിയില്ല ബാലേട്ട. എൻ്റെ സ്വന്തം മോളെ പോലെയല്ലേ ഞാൻ അവളെ സ്നേഹിച്ചതും കൊണ്ടു നടന്നതും ഒക്കെ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ഒരു മേഡം അങ്ങോട്ട് വരിക. ദേ, ഇത് പോലീസ് സ്റ്റേഷനാ, നിങ്ങളുടെ വീടൊന്നും അല്ല. ഇവിടെ കിടന്ന് കരച്ചിലും ഒച്ചപ്പാടും ഒന്നും വേണ്ട. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്ന് പറയാം. പെട്ടെന്ന് മിത്ര പറയും, മേഡം അപ്പച്ചി പറയുന്നത് വിഷമം കൊണ്ടാ. അതിന് നിന്നോട് ആരാടി ചോദിച്ചത്? ഇവിടെ ആരും പ്രസംഗിക്കണ്ട. ഞാൻ പറയുന്നത് കേട്ട് മര്യാദയ്ക്ക് ഇവിടെ നിന്നാൽ മതി. കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങൾ കുറച്ചു പേരുണ്ട് എന്ന് പറയാം. അപ്പം അമ്മയുടെ അച്ഛൻ്റെ കൂടപ്പിറക്കളുടെ അവസ്ഥ കണ്ട് ആനന്ദ് പൊട്ടിക്കരയാ. ഞാൻ കാരണമല്ലേ നിങ്ങളെല്ലാവരും ഇതിലേക്ക് വലിച്ചഴിക്കപ്പെട്ടത് എന്ന് ആനന്ദ് ചോദിക്കുകയാണ്. അവളെ താലി കെട്ടി ഞാൻ കൊണ്ടുവന്നത് ഞാൻ കാരണം ഇതെല്ലാം ഉണ്ടായത് എന്ന് പറഞ്ഞ് ആനന്ദ് സ്വയം കുറ്റമൊക്കെ ഏറ്റെടുത്ത് നിന്ന് കരയുക. മോനെ, നീ എന്തൊക്കെയായി പറയുന്നത്? നീ ഒരു കാരണക്കാരനും അല്ല. നീയും നമ്മുടെ കുടുംബവും ഈ അവസ്ഥയിൽ നിൽക്കാൻ കാരണക്കാരൻ യഥാർത്ഥത്തിൽ ഞാനല്ലേടാ എന്ന് ചോദിക്കുക. അവളെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഞാനല്ലേടാ. നിനക്കൊരു പ്രശ്നം വന്നാൽ അത് നമ്മുടെ കുടുംബത്തിന്റെ പ്രശ്നമല്ലേടാ എന്ന് ബാലൻ ചോദിക്കുക. നിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കണമെന്നാണോടാ നീ പറയുന്നത്? അങ്ങനെ ഒരിക്കലും ചെയ്യില്ല മോനെ, നീ വിഷമിക്കേണ്ട. ഞങ്ങളെല്ലാവരും നിന്റെ കൂടെ ഉണ്ട് എന്ന് പറയാം. അപ്പം ആകാശ് പറയും, കേട്ടല്ലോ ആനന്ദേട്ടൻ അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. സമാധാനപ്പെട്. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്ന് തന്നെ ഇത് ഹാൻഡിൽ ചെയ്യും. പോലീസുകാരി ഉണ്ടല്ലോ, അവർക്ക് എന്തോ ഒരു ലക്ഷ്യമുണ്ട്. അതെനിക്ക് മനസ്സിലായി. അത് ഉറപ്പാ. നമ്മളെ മനഃപൂർവ്വം കുറ്റക്കാരാക്കാനാ അവർ നോക്കുന്നത്. പോലീസ് സ്റ്റേഷനായി പോയി. അതുകൊണ്ടാണ് ഞാൻ ആകാശേട്ടാ ഒന്ന് അടങ്ങി നിൽക്ക് എന്ന് മിത്രയപ്പോൾ പറയാണ്. ചുമ്മാ ഒരു പ്രശ്നം ഉണ്ടാക്കല്ലേ. കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് നോക്കാം എന്ന് മിത്ര പറഞ്ഞ് ആകാശിനെ സമാധാനിപ്പിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് എല്ലാം അങ്ങോട്ട് വരിക. എന്താ എല്ലാവരും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ? കേസ് എങ്ങനെ നേരിടണമെന്ന് എല്ലാവരും കൂടി പ്ലാൻ ചെയ്യുമായിരിക്കും അല്ലേ എന്ന് വീണ്ടും ആ മേഡം വന്ന് എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരൊന്നും അതിന് മറുപടി പറയുന്നില്ല. എന്താ എല്ലാത്തിൻ്റെ നാവങ്ങ് ഇറങ്ങിപ്പോയോ? ഇത്രയും നേരം ഇവിടെ കിടന്ന് പ്രസംഗമായിരുന്നോ? ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നു അല്ല മേഡം എന്ന് മിത്ര അപ്പോൾ പറയും. ഒരു കുടുംബം ഒരുമിച്ച് നിൽക്കുന്നതിന് നിയമത്തിന് വിലക്കൊന്നും ഇല്ലല്ലോ എന്ന് മിത്രയപ്പോൾ ചോദിക്കുകയാണ്. പിന്നെ പരാതി കിട്ടിയതുകൊണ്ട് മാത്രം ഞങ്ങൾ കുറ്റക്കാരനാണെന്നൊന്നും മേഡത്തിന് തീരുമാനിക്കാനും പറ്റില്ലല്ലോ. ഞങ്ങളുടെ ഭാഗം പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അത് കേൾക്കാനുള്ള നിങ്ങൾക്കും ഉണ്ട് ആ ബാധ്യത. നിങ്ങളുടെ ഭാഗം കേൾക്കേണ്ട സമയത്ത് ഞങ്ങൾ കേട്ടോളാം. പിന്നെ ഇപ്പം എല്ലാവരും ഒന്ന് മിണ്ടാതെ അവിടെ നിന്നാൽ മതി. ഇവിടെ കിടന്ന് കവലപ്രസംഗം നടത്തിയാലുണ്ടല്ലോ, എൻ്റെ സ്വഭാവം നിങ്ങളൊക്കെ അറിയും എന്നും പറഞ്ഞിട്ട് അവരവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ആകെ തകർന്ന് അവിടെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ. ആനന്ദിനാണ് കണ്ണൊക്കെ നിറഞ്ഞു വരികയാണ് കേട്ടോ. ആകെ സങ്കടപ്പെട്ട് തന്നെയാണ് ആനന്ദ് നിൽക്കുന്നത്. ആനന്ദാണെങ്കിൽ സ്വയം കുറ്റമൊക്കെ ഏറ്റെടുത്ത് താൻ കാരണം എന്നൊരു ചിന്തയിൽ തന്നെ നിൽക്കാം. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ഇന്ദിര സ്റ്റോഴ്സ് ആണ് കേട്ടോ കാണിക്കുന്നത്. ഇന്ദിര സ്റ്റോഴ്സിൽ നമ്മുടെ സുകന്യാണെങ്കിൽ നല്ല രീതിയിൽ കച്ചവടങ്ങളൊക്കെ പൊടി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിനോടൊക്കെ പുതിയ പുതിയ ഓഫറുകളെ പറ്റിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇടത്തി ഞങ്ങളുണ്ടല്ലോ ചെറിയ കൂപ്പണുകളൊക്കെ തുടങ്ങുന്നുണ്ട്. ഒരു സമ്മാന പദ്ധതി, അതായത് 100 രൂപയ്ക്ക് മുകളിൽ സാധനങ്ങൾ മേടിക്കുന്നവർക്ക് ഒരു കൂപ്പൺ കൊടുക്കും. ഓരോ മാസവും കൂപ്പൺ നറുക്കിട്ട് സ്കൂട്ടർ, ഫ്രിഡ്ജ് അങ്ങനെയുള്ള സമ്മാനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അത് കൊള്ളാലോ ചേച്ചി. ഇത് ഞങ്ങളുടെ കടയല്ല, ഇത് കസ്റ്റമേഴ്സിൻ്റെ സ്ഥാപനമാണ്. ഇടപാടുകാരുടെ സന്തോഷമാണ് ഞങ്ങളുടെ സന്തോഷം എന്നൊക്കെ സുകന്യ കസ്റ്റമേഴ്സിനോട് പറയാം. ചേച്ചി എന്ത് സാധനം മേടിക്കണമെങ്കിലും ഒരു മുട്ടുസൂചി ആണെങ്കിലും ഇന്ദിര സ്റ്റോഴ്സ് എന്നുള്ള പേര് മറക്കണ്ട കേട്ടോ, ഇനിയും ഇങ്ങോട്ട് വരണം എന്ന് പറയാണ്. അപ്പം സുകന്യയുടെ ഈ സംസാര രീതി ഒന്നും നമ്മുടെ ധർമ്മന് ഇഷ്ടപ്പെടുന്നില്ല. ധർമ്മനും അത് കേൾക്കുന്നുണ്ട് കേട്ടോ. നീ എന്തൊക്കെയായി വിളിച്ചു കൂവുന്നത് എന്ന് അപ്പം ധർമ്മൻ വന്ന് ചോദിക്കുക. നറുക്കെടുപ്പോ സമ്മാന പദ്ധതിയോ? ഈ നാട്ടിൽ നമുക്ക് മാത്രം കച്ചവടം നടത്തിയാൽ മതിയെന്നാണോ നിന്റെ വിചാരം? നമ്മളെപ്പോലെ തന്നെ ജീവിക്കാൻ വേണ്ടിയാ ബാക്കിയുള്ളവരും കട തുടങ്ങിയിരിക്കുന്നത്. ദേ, അനാവശ്യമായി സമ്മാനം കൊടുത്ത് കസ്റ്റമേഴ്സിനെ പിടിക്കുന്നതേ മര്യാദയല്ല എന്ന് ധർമ്മം പറയാണ്. അപ്പോൾ സുകന്യ ദേഷ്യപ്പെട്ടുകൊണ്ട് അങ്ങോട്ട് ധർമ്മൻ്റെ അടുത്തേക്ക് വരിക. ദേ എൻ്റെ ധർമ്മേട്ടാ, നാട് ഓടുമ്പോൾ നടവേ ഓടണം. ഇതേ പരസ്യത്തിൻ്റെ കാലമാണ്. പച്ചവെള്ളം പോലും പരസ്യം ചെയ്തിട്ടാണ് ജനങ്ങൾ മേടിക്കുന്നത്. സമ്മാന പദ്ധതി, ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെ പറയുന്നതേ മലയാളികളുടെ വീക്ക്നെസ്സാണ്. ഇതുപോലും ധർമ്മേട്ടന് ഇത്രയും കാലമായിട്ടും അറിയില്ലേ? ഈ പദ്ധതി തുടങ്ങിയാലേ കൊടുക്കുന്ന സാധനത്തിൻ്റെ ഗുണവും തൂക്കമൊന്നും ആളുകൾ ശ്രദ്ധിക്കില്ല. ആളുകൾ സമ്മാനത്തെ മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. പിന്നെ പരസ്യത്തിന് ചിലവാകുന്നത് കൂടി നമ്മൾ പിടിക്കുന്നതേ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നാവും. ദേ നോക്ക്, ഇതേ എൻ്റെ അമ്മയുടെ പേരിലുള്ള കടയാണ്. ആ കടയിൽ ഇതുപോലെ കള്ളക്കച്ചവടം നടത്താനൊന്നുമേ ഞാൻ സമ്മതിച്ച് തരത്തില്ല എന്ന് ധർമ്മം പറയാം. എങ്ങനെ ഗോമതി സ്റ്റോർ പൂട്ടിക്കണം അതല്ല നിന്റെ ഉദ്ദേശം? ദേ, ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അതെന്തായാലും നടക്കാനും പോകുന്നില്ല എന്ന് പറയാം. പെട്ടെന്ന് അങ്ങോട്ടൊരാൾ കയറി വരികയാണ്.
ഗോമതി സ്റ്റോർ പൂട്ടിപ്പോകുന്ന ലക്ഷണങ്ങൾ തന്നെയാ കാണുന്നത് എന്ന് പെട്ടെന്ന് അയാൾ പറയാം. അത് കേൾക്കുന്ന ധർമ്മൻ അയാളുടെ അടുത്തേക്ക് ചെല്ലാം. താൻ എന്താ പറയുന്നത്, എന്തൊക്കെയാ വിളിച്ചു കൂവുന്നേ എന്ന് ധർമ്മൻ അടുത്ത് വന്ന് ചോദിക്കാം. എന്താ പറഞ്ഞേ, ഗോമതി സ്റ്റോർ പൂട്ടിപ്പോകുന്നോ? അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നിങ്ങളെ അളിയനും വീട്ടുകാരും അകത്തായി. അകത്തോ എന്നുള്ള രീതിയിൽ ധർമ്മൻ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ